വചനത്തിലേക്ക് ശ്രദ്ധ. हम कुछ देर के लिए वचन की ओर मुड़ते हैं, हम उसका मनन करते हैं. നാം ഈ ഭാഗം വായിച്ചതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണും, നാം ഇപ്പോൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ഞാനാകുന്നു എന്ന പ്രഖ്യാപനങ്ങളെ കുറിച്ചാണ്. यीशु क्रिस्तु का मैं हूँ ये घोषणाएं जो परमेश्वर ने वचन में है लिखा है, उसी के बारे में हम सोच विचार करने वाले हैं. അതിൽ രണ്ടാമത്തേതാണല്ലോ നമ്മുടെ ചിന്താവിഷയം. ഇപ്പോൾ उसमें दूसरा डिक्लेरेशन है हमने जो पढ़ा यहाँ पर, ഞാൻ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. मैं दुनिया की ज्योति हूँ. കഴിഞ്ഞ ഒരു പ്രാവശ്യം നാം കാണുകയുണ്ടായി, ലോകത്തിന്റെ പ്രാർത്ഥനയാണ് തമസോമ ജ്യോതിർഗമയ, ഞങ്ങളെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമേ. वो हमेशा मनुष्य का प्रार्थना यही रहा है कि अंधकार से मुझे प्रकाश में ले आइए भगवान, ऐसा मनुष्य प्रार्थना करता था हमेशा. അസതോമ സദ്ഗമയ, അസത്യത്തിൽ നിന്ന് ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ. और असत्य से, झूठ से हमें सच्चाई की ओर लिया, ऐसा प्रार्थना भी करता है मनुष्य. മൃത്യോർമ അമൃതം ഗമയ, മരണത്തിൽ നിന്ന് അമർത്യതയിലേക്കും. और मृत्यु की अवस्था से हमें अमृतता की अवस्था तक लिया परमेश्वर, ये भी प्रार्थना है हमारा. എന്നാൽ നൂറ്റാണ്ടുകളായ പ്രാർത്ഥനയ്ക്ക് ആരും ഉത്തരം കൊടുത്തില്ല, മശിഹ മാത്രമാണ് ഉത്തരം നൽകിയത്. कई समय बीतने के बाद भी कोई इसका उत्तर दे नहीं पाता था. उसका उत्तर देने के लिए हमारा परमेश्वर यीशु मसीह इस धरती पर आकर उसका उत्तर दिया. മനുഷ്യനായി ഭൂമിയിൽ പിറന്ന നമ്മുടെ കർത്താവ് തൻ്റെ ഐഹിക ശുശ്രൂഷ സമയത്ത് വിളിച്ചു പറഞ്ഞ കാര്യമാണ്, ലോകത്തിന്റെ വെളിച്ചം ഞാൻ ആകുന്നു എന്ന്. परमेश्वर यीशु मसीह देहधारी बनकर धरती पर आए और उसकी सेवकाई में उन्होंने इस प्रकार पुकार कर कहा कि मैं दुनिया की ज्योति हूँ. നാം ഇന്ന് വായിച്ച വേദഭാഗത്തും യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമായി ഇവിടേക്ക് വന്നിരിക്കുന്നു. मैं दुनिया का ज्योति बनकर इस धरती पर आया हूँ, ऐसा यीशु मसीह कहा. യേശുവിനെ അനുഗമിക്കുന്നവർ പിന്നെ ഇരുളിൽ നടക്കുകയില്ല എന്ന് യേശു പ്രഖ്യാപിച്ചു. यीशु ने इस प्रकार घोषणा की कि जो भी मेरे पीछे आएगा वो अंधकार में नहीं जिएगा. ലോകം ഇരുളിലാണ്, दुनिया अंधकार में है. ആ ഇരുളിന്റെ 6-7 അവസ്ഥകളെ കുറിച്ച് പെട്ടെന്നൊന്ന് സൂചിപ്പിച്ച് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കും. उस अंधकार की 5-6-7 अवस्थाओं को बताकर मैं आगे बढ़ना चाहूंगा. Slide number 20. 21. ये कौन सा? स्लाइड नंबर 20. ये नहीं है. कंडीशन ऑफ द वर्ल्ड. इसके बाद ഈ ലോകത്തിന്റെ അവസ്ഥ ഇരുളിൽ മുങ്ങിക്കിടക്കുന്ന, മൂടിക്കിടക്കുന്നതാണെന്ന് നാം കണ്ടു. इस दुनिया का हाल जो है ये अंधकार में डूबा हुआ है. കഴിഞ്ഞ ആഴ്ചയും ഞാൻ അതേ സംബന്ധിച്ച് 1-2 മൂലവാക്കുകൾ ഓർപ്പിക്കുകയുണ്ടായി. कुछ शब्दों को उसको बताने के लिए आप लोगों को पिछले हफ्ते में मैं बताया. नहीं मिला क्या? तूने मुझे व्हाट्सएप भी किया था ना? അതിൽ നാം കഴിഞ്ഞ ആഴ്ച കണ്ടതായിരുന്നു സ്കോറ്റൈനോസ് എന്ന പദം. स्कोटेनोस नाम का एक शब्द था जो आप लोगों को पिछले हफ्ते में बताया. ആ കാര്യങ്ങൾ 2-3 പദങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഞാൻ അവതരിപ്പിച്ചു. उसमें से 3 शब्दों को आप लोगों के सामने रखा था. ലോകം ഇരുളിലായിരിക്കുന്നു എന്ന വസ്തുത നാം മനസ്സിലാക്കി. दुनिया अंधकार में है, ये बात को हमने ग्रहण किया. അതില് സ്കോട്ടിയ എന്ന പദത്തിൽ നിന്ന് നാം ചില കാര്യങ്ങൾ നോക്കി. स्कोटिया ये शब्द में से हमने 3 बातों को सीखा.
means darkness. इसका मतलब है अंधकार. പ്രധാനമായും 3 തരത്തിലുള്ള ഇരുളിനെ കുറിച്ചാണ് ഈ പദം വിവക്ഷിക്കുന്നത്. 3 प्रकार के अंधकार के बारे में ये स्कॉटिया शब्द बताता है हमको. ഒന്ന് അക്ഷരീയമായ അല്ലെങ്കിൽ ഭൗതികമായ ഇരുൾ. पहला है वास्तव में अंधकार को जताता है ये. या फिजिकल डार्कनेस या लिटरली डार्कनेस. वास्तव में ये अंधकार को ये दर्शाता है ये शब्द. യോഹന്നാൻ 6:17-20 അതിനെ കാണിക്കുന്നു. യോഹന്നാൻ 6 और യോഹന്നാൻ 20 में ये बात हमको दिखाया गया है. 2 സോഴ്സറി മന്ത്രവാദവും ദുർമന്ത്രവാദങ്ങളും അന്യാരാധനകളും ആ വിഷയങ്ങളെ കാണിക്കുവാനും ഇരുൾ എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. अंधकार का इस्तेमाल जादू टोना और विभिन्न प्रकार की गलत रीत की आराधनाओं को संबंधित करने के लिए बताया गया है. മത്തായി 10:27, ലൂക്കോസ് 12:3 തുടങ്ങിയ പദങ്ങൾ വാക്യങ്ങൾ. ये सब शब्दों वाक्यों में ये बताया गया है कि अंधकार कहा तो जादू टोना या उससे रिलेटेड बातों को बताता है. സ്കോട്ടിയ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്ന പ്രധാനപ്പെട്ട ഇരുൾ എന്ന അർത്ഥമാണ് സ്പിരിച്വൽ या मोरल डार्कनेस. आध्यात्मिक अंधकार या फिर मॉरल डार्कनेस को बताता है ये स्कॉटिया शब्द. अथवा पापम എന്നൊറ്റ വാക്കിൽ പറയാം. अगर एक शब्द में कहा जाए अंधकार मतलब पाप. അതിനുള്ള ചില വാക്യങ്ങളാണ് മാത്യു 4:16, ജോൺ 1:5, 8:12, 12:35, 46 ഇങ്ങനെ പോകുന്ന കുറേയേറെ വാക്യങ്ങൾ. ये आध्यात्मिक अंधकार को दर्शाने वाले वचन को यहाँ पर लिखा गया है. മറ്റൊരു പദമാണ് നമ്മൾ കണ്ടത് സ്കോട്ടോസ്. दूसरा एक शब्द हमने सीखा था स्कोटोस करके. അതിന്റെ അർത്ഥം ഇറ്റ്സ് എ ന്യൂട്ടർ നൗൺ യൂസ്ഡ് ആസ് സ്കോട്ടിയ. അതിന്റെ ഒരു 6-7 കൂട്ടം അർത്ഥങ്ങളെ കൂടെ നിങ്ങളുടെ മുൻപിൽ വെക്കുന്നു. और उसके संबंध में 6-7 मतलब जो है वो आप लोग के सामने रखना चाहता हूं मैं. മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ അതിന്റെ ഒന്നാമത്തെ അർത്ഥം ലിറ്ററൽ സെൻസിലാണ്, അക്ഷരീയമായുള്ള ഇരുട്ട്. ये वास्तव में जो अंधकार है उसी को दर्शाता है ये शब्द. രാത്രിയിലെ ഇരുട്ടിന് പറയാൻ പറ്റുന്നൊരു പദമാണത്. रात के अंधकार को कहने लायक एक शब्द है ये शब्द जो लिखा है. മാത്യു 27:45 to 2 Corinthians 4:6 അവിടെയെല്ലാം നമ്മൾ കാണുന്നത് ഈ അക്ഷരീയമായ ഇരുളിനെ കുറിച്ച്. और ये वास्तविक अंधकार या रात के अंधकार को दर्शाता है ये 2 वचनों को. ये पूरा होने के बाद कैमरा उधर भी घुमा सकते, ठीक है? हाँ, वो भी दिखा दो. രണ്ടാമത്തേതാണ് ഇന്റലക്ച്വൽ ബ്ലൈൻഡ്നെസ് ഓർ ഡാർക്ക്നെസ്, ബൗദ്ധികമായ ഇരുള്. और दिमागी तौर से हमारा जो अंधकार हो जाता है उसको भी ये दर्शाता है ये शब्द. റോമർ 2:16 നമുക്കത് കാണാം. रोमियो 6:12 में भी ये दर्शाया गया है. ബൗദ്ധികമായ അവരുടെ ബുദ്ധി ഇരുണ്ടുപോയി എന്നാണ് പൗലോസ് പറയുന്നത്. उनके बुद्धि से ही वो अंधकार या भ्रष्ट हो गए हैं करके बताया गया है पौलुस. എഫേസ്യ ലേഖനം 4:17 നാം അത് കാണുന്നുണ്ട്. इफिसियों 4:17 में भी ये पौलुस ये बात बताता है. മൂന്നാമത്തെ അർത്ഥമാണ് ബ്ലൈൻഡ്നെസ്, അന്ധത. और तीसरा मतलब है अंधियारा या फिर अंधा हो जाना. അന്ധപ്പൻ. അപ്പോസ്തല പ്രവൃത്തികൾ 13:11 നാം അത് കാണുന്നു. प्रेरितों का किताब 13 अध्याय उसका 11वां वाक्य ये बताता है. ഇതെല്ലാം ഇരുളിന്റെ അർത്ഥങ്ങളാണ്, പര്യായ വാക്കുകളാണ്. ये सब पर्यायवाची हैं अंधकार के. നാലാമത്തെ അർത്ഥം उसका चौथा मतलब ये है പ്ലേസ് ഓഫ് പണിഷ്മെന്റ്. जहां पर जिसे दंड देना चाहिए वो जगह को अंधकार कहता है. വിശേഷിച്ച് നരകത്തിന്റെ ഒരു പ്രത്യേക അവസ്ഥയാണ് ഇരുൾ.
ये नरक की एक खास अवस्था को बताता है अंधकार। അതാണ് മത്തായി 8:12, 2 പത്രോസ് 2:17, യൂദായുടെ ലേഖനം 13-ാം വാക്യം എന്നിങ്ങനെയുള്ള വാക്യങ്ങൾ. ये सब वचने जो तो लिखा है, ये सब उस स्थान को दर्शाता है जहां पर हमें दंड देता है। യേശു ലോകത്തിന്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ ഈ അർത്ഥത്തിൽ എന്താണ്? ഒന്ന് പറഞ്ഞോ നിങ്ങള്. यीशु दुनिया के ज्योति है, ये अंधकार को मिटाता है। इसका सही मायने में इसका मतलब क्या होता है? ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇരുൾ എന്നത് ഒരു ശിക്ഷാവിധിയുടെ സ്ഥലം അഥവാ നരകത്തിന്റെ അവസ്ഥയാണെന്നാണ്. हमने अभी सिखाया ये अंधकार का मतलब ये होता है, ये वो स्थान होता है जहां पर आपको दंड दिया जाता है। യേശു കർത്താവ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ദ ഔട്ടർ ഡാർക്ക്നെസ്, പുറത്തുള്ള ഇരുട്ടെന്ന്. उन्होंने यीशु मसीह ने कई बार अपने वक्तव्य में कहा कि बाहर की अंधकार। നരകത്തിൽ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. नरक में जो है आग जलता रहता है। ഭയങ്കര വെളിച്ചമായിരിക്കും അവിടെ അല്ലേ? वहां पर बहुत ज्यादा रोशनी होगा। है ना रोहन? बोलो जल्दी, नहीं सुना ना? उन्हें क्या पूछा? हाँ, है कि नहीं? पता नहीं कि നരകം ഒരു അഗ്നികുണ്ഡമാണ്. नरक जो कहा जाए तो एक अग्नि का कुंड है, പക്ഷേ അവിടെ ഒരു തരി വെളിച്ചമില്ല. मगर वहां पर एक छोटा सा भी रोशनी नहीं है। അത് ഇരുൾ നിറഞ്ഞ സ്ഥലമാണ്. वो अंधकार से भरा हुआ एक जगह है। അപ്പൊ ഇരുൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന നാലാമത്തെ അർത്ഥമാണ് നരകം അല്ലെങ്കിൽ ശിക്ഷാവിധിയുടെ സ്ഥലം. चौथा मतलब अंधकार का ये है वो स्थान जहां पर आपको लोगों को दंड दिया जाता है, या नरक उसे कहते हैं। യേശു പറയുന്നു ഞാൻ ലോകത്തിന്റെ വെളിച്ചം. यीशु मसीह कहता है कि मैं दुनिया की ज्योति हूं, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കയില്ല. और मेरे पीछे जो हो लेता है वो अंधकार में नहीं रहेगा। फिर ഈ നാലാമത്തെ അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ യേശുവ പറയുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ये कहने यीशु मसीह ने कहा है, इसका सही मायने में ये चौथा एग्जाम्पल के द्वारा क्या है? जल्दी जरा बोलो जॉन. अभिषेक, साफ साफ. യേശു ലോകത്തിന്റെ വെളിച്ചം. यीशु दुनिया के ज्योति है। ഇരുളെന്ന് പറയുന്നത് നരകം. अगर अंधकार नरक है तो യേശുവിനെ അനുഗമിക്കുന്നവർ ഇരുളിൽ നടക്കയില്ല. और यीशु के पीछे होने वाले कभी अंधकार में नहीं चलेंगे। इसका मतलब यह है, എന്ന് പറഞ്ഞാൽ യേശുവിനെ അനുഗമിക്കുന്നവർക്ക് നരകത്തിൽ പോകേണ്ടി വരത്തില്ലെന്ന്. इसका मतलब यह है साफ साफ, जो यीशु के पीछे होते हैं वो नरक का जाना नहीं पड़ेगा उनको। इतना भी नहीं समझ पा रहे हो? യേശു ലോകത്തിന്റെ വെളിച്ചം അർത്ഥാൽ നരക ശിക്ഷാവിധിയിൽ നിന്നും വിമോചിപ്പിക്കുന്നവൻ. यीशु दुनिया की ज्योति है, ये कहा जाए तो दुनिया के लोगों को नरक से बचाने वाला यीशु मसीह है वो। സ്തോത്രം. എന്റെ കൂടെ നിങ്ങളുണ്ടോ? क्या आप लोग हमारे संग हैं? ശബ്ദം ഒത്തിരി അവിടുന്ന് ഇവിടുന്നൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ശ്രദ്ധയെ ഏകാഗ്രമാക്കാൻ കഴിയാത്ത തരത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. എങ്കിലും നമുക്ക് ദൈവത്തിങ്കൽ ഏകാഗ്രതയോടെ ആയിരിക്കാം. यहाँ वहां से बहुत सारा आवाजें आती हैं, मगर आप ध्यानपूर्वक बैठें। അപ്പോൾ യേശു ലോകത്തിന്റെ വെളിച്ചം എന്ന് വെച്ചാൽ നരകത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നും രക്ഷിക്കുന്നവൻ. यीशु मसीह जगत की ज्योति है, ये कहा जाए तो उसका मतलब ये है दुनिया के लोगों को नरक के दंड से बचाने वाला यीशु मसीह। അഞ്ചാമത്തെ അർത്ഥമാണ് മോറൽ ആൻഡ് സ്പിരിച്വൽ ഡാർക്ക്നെസ്. और ये पांचवा मतलब है जो आध्यात्मिक
अंधकार या फिर मॉरल डार्कनेस को बताता है। या നൈതിക് അന്ധകാർ या ആത്മിക് അന്ധകാർ എന്ന് പറഞ്ഞാൽ പാപം. ये नैतिक अधिकार या आध्यात्मिक अंधकार को पाप है, ये कहा जा सकता है। മുൻപേ തന്നെ നമ്മൾ പല വാക്യങ്ങൾ കണ്ടു കഴിഞ്ഞു. इसके पहले भी हमने इसके निमित्त कुछ वचनों को सीखा। മാത്യു 6:23, मत्ती 6:23, ലൂക്ക് 1:79, लूक 1:17, 79 उसका, Luke 11:35, John 3:19, Acts 26:18, 2 Corinthians 6:14. ഇങ്ങനെ കുറെ വാക്യങ്ങളുണ്ട്. ഇരുൾ എന്ന് പറഞ്ഞാൽ പാപം. और कई वचने हैं जो हमें बताता है अंधकार कहा जाए तो पाप है। യേശു ലോകത്തിന്റെ വെളിച്ചം यीशु जगत की ज्योति है എന്ന് പറഞ്ഞാൽ അർത്ഥം, उसका मतलब सही मायने में। ശോഭ, സിമ്രാൻ, ഇവിടെ ഇരുളെന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പാപം. यहाँ पे अंधकार दर्शाता है पाप को। യേശു ലോകത്തിന്റെ വെളിച്ചം. यीशु जगत की ज्योति है कहते हैं। യേശുവിനെ അനുഗമിക്കുന്നവർ ഇരുളിൽ നടക്കയില്ല यीशु मसीह के पीछे जो चलते हैं वो अंधकार में नहीं रहते हैं। എന്ന് പറഞ്ഞാൽ इसका मतलब യേശു ലോകത്തിന്റെ വെളിച്ചമായി പാപ അന്ധകാരത്തിൽ നിന്നും നമ്മെ വിടുവിക്കുന്നവൻ. यीशु जगत की ज्योति कहा जाए तो यीशु मसीह पाप के अंधकार से लोगों को ज्योति में लेके आने वाला परमेश्वर है। ലോകത്തിലും മനുഷ്യരുടെ ജീവിതത്തിലുമുള്ള ഏറ്റവും വലിയ ഇരുൾ പാപത്തിന്റെ ഇരുളാണ്. धरती पर देखा जाए और मनुष्य के हृदय में भी सबसे बड़ा अंधकार जो है वो पाप है। അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞത്, നിങ്ങൾ മുൻപേ ഇരുട്ടായിരുന്നു. इसीलिए प्रेरित पौलुस एफिसियों में कहता है कि सब उद्धार के पहले आप अंधकार थे। അന്ധകാരത്തിൽ മാത്രമല്ല അന്ധകാരവുമായിരുന്നു. आप लोग सिर्फ अंधकार में ही नहीं थे बल्कि आप अंधकार थे, ऐसा पौलुस कहता है। അതിന്റെ അർത്ഥമാണ് നമ്മുടെ അകത്തും പുറത്തും പാപം നിറഞ്ഞിരിക്കുന്നു. इसका मतलब यह है हमारे भीतर में और हमारे बाहर अंधकार या पाप है, भरा है। ആദാമ്യ വംശത്തിൽ പിറന്നതുകൊണ്ട് ജനനം തന്നെ പാപികളായിട്ടാണ്. क्योंकि इस आदम हमारा पूर्वज है, हमारा जीवन में पूरा पाप ही है। ആദാം പാപം ചെയ്തപ്പോൾ നാമും ആദമിലുണ്ടായിരുന്നു. जब पहला आदम ने जब पाप किया तब हम उसके शरीर के अंदर ही थे। അതുകൊണ്ടാണ് ആദാമ്യ പാപം നിമിത്തം നാമും പാപികളായി തീർന്നത്. और इसी के फलस्वरूप आदम के पाप के वजह से हम भी पापी ठहराए गए हैं। എന്നാൽ യേശു ലോകത്തിന്റെ വെളിച്ചമായി പാപാന്ധകാരത്തെ മാറ്റുവാൻ ലോകത്തിൽ വെളിപ്പെട്ടു. मगर यीशु मसीह हमारे पाप या अंधकार को मिटाने के लिए ज्योति बनकर इस धरती पर आए। വെളിച്ചമായ യേശുവിനെ അനുഗമിക്കുന്നവർക്ക് ഇനിയും പാപത്തിൽ വസിക്കേണ്ടതില്ല. और ज्योति ना जैसे ज्योति है यीशु मसीह के पीछे हो लेने वाले कभी पाप या अंधकार के पीछे नहीं जाएंगे। മനസ്സിലാവുന്നുണ്ടോ? आप लोग समझ रहे हैं ना? ഞാൻ ലോകത്തിന്റെ വെളിച്ചം मैं जगत की ज्योति हूं എന്ന് പറഞ്ഞാൽ മനുഷ്യരെ പാപത്തിൽ നിന്നും വിമോചിപ്പിക്കുന്നവൻ. इसका मतलब ये है कि वो पाप के अंधकार से छुटकारा देने वाला यीशु मसीह, പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ. पाप से उद्धार दिलाने वाला। അതിന് ലോകത്തിന്റെ വെളിച്ചമായ യേശു മാത്രമേ ഉള്ളൂ. और उस प्रकार के अंधकार को मिटाने के लिए एक ही ज्योति है, वो यीशु मसीह का ज्योति। യേശു അവകാശവാദം ഉന്നയിക്കുകയാണ്, പാപത്തിൽ നിന്നും രക്ഷിക്കുവാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് ലോകത്തിന്റെ വെളിച്ചമായി ലോകത്തിൽ വന്ന ഞാൻ യേശു ക്രിസ്തു മാത്രം. एक साहसिक घोषणा यीशु मसीह कहता है कि दुनिया में उतर कर आया एक ही ज्योति है, दो दुनिया के अंधकार और पाप को मिटाने के लिए एक ही व्यक्ति है, वो यीशु मसीह है। അവൻ പറയുക മാത്രമായിരുന്നില്ല, നമ്മുടെ പാപങ്ങളെ തന്റെ മേൽ അവൻ ഏറ്റെടുത്തു. वो सिर्फ घोषणा ही नहीं करता
बल्कि अपने मनुष्य जाति के सारे पापों को अपने ऊपर उठा लेता है എന്നിട്ട് അവൻ ക്രൂശിന്മേൽ കയറി और पापों को ढो करके वो सूली पर चढ़ जाता है പാപത്തിന് പരിഹാരം വരുത്തി. और पाप से हमको मुक्ति दिलाता है പാപത്തിൽ നിന്ന് അവൻ നമ്മെ വിമോചിപ്പിച്ചു. पाप से हमको छुटकारा दिलाता है वो മനസ്സിലാവുന്നുണ്ടോ? आप लोग समझ रहे हैं സാമുവേൽ 1 Peter 2:24. रोहन मत देखो बिना देखे मुझे बताओ. At least Saturdays you should revise your memory verses. Okay? At least on Saturdays, Saturday afternoons and Sunday mornings, you should revise your memory verses. मेमोरी वर्सेस आप लोग लिख के रखना, ठीक है ना, ताकि बाइबल खोले बिना चलते फिरते में भी आपको वो मिल जाए. मैं इससे बीच बीच में पूछूंगा. रूफस 1 Peter 2:24. कोई भी आज के लिए माफ करता हूं, अगली बार से इंपोजिशन मिलेगा, ठीक है. हाँ, पढ़ लीजिए 1 പത്രോസ് 2:24. അതിന്റെ ആദ്യ ഭാഗമേ നമ്മൾ എടുക്കുന്നുള്ളൂ. യേശു അവൻ നമ്മുടെ പാപങ്ങളെ തന്റെ ശരീരത്തിന്മേൽ ചുമന്ന് ക്രൂശിന്മേൽ കയറി. हम वो वचन का पहला भाग ही लेंगे. उसमें वहां पर लिखा गया है वो आप ही हमारे पापों को अपने देह पर ले लिया. ക്രൂശിന്മേൽ കയറി और फिर क्रूस पर चढ़ गया. സ്തോത്രം. യേശു ലോകത്തിന്റെ വെളിച്ചമെന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത് സകല മാനവജാതിയുടെയും പാപം യേശു സ്വയം തന്റെ മേലേറ്റു. यीशु मसीह दुनिया की ज्योति है कहा जाए तो सारे दुनिया के पापों को अपने ऊपर उसने ले लिया. എന്നിട്ട് അതുമായി ക്രൂശിന്മേൽ കയറി. और उस पापों को ले करके वो सूली पर चढ़ गया. എന്നിട്ട് എന്ത് ചെയ്തു? और फिर क्या किया उसने? പാപത്തിന് പരിഹാരം വരുത്തി. और पाप के लिए एक नया छुटकारा दिलाया आप लोगों को. എബ്രായ ലേഖനം 1:3 വാക്യം 4 വാക്യമാണെന്നാണ്. इब्रानियों पहला अध्याय उसका 4था वाक्य शायद. कौन सा पढ़ रहे हो? इब्रानियों 1:4. तीसरा है, ठीक है, तीसरा पढ़िए. पापों को ढोकर, हाँ, ഹിന്ദിയിലെ പാപോं को ढोकर ना, हाँ, എന്ന് പറഞ്ഞാൽ ഉഠാക്കർ അർത്ഥം അല്ലേ? नहीं धोकर धोकर ധോക്കർ. ഓക്കെ, ധോക്കർ. മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത് പാപത്തിന് പരിഹാരം വരുത്തി, പരിഹാരം വരുത്തി. और वचन में लिखा है कि पापों को वो धो करके. അപ്പോൾ യേശു, പത്രോസ് പറഞ്ഞു നമ്മുടെ പാപങ്ങളെ അവൻ തന്റെ മേൽ വഹിച്ചു. पतरस कहता है कि अपने पापों को उसने अब पर ढोया. എന്നിട്ട് അതുമായി ക്രൂശിന്മേൽ കയറി. वो पाप को ढो करके वो सूली के ऊपर चढ़ जाता है. എന്നിട്ട് എബ്രായ ലേഖനകർത്താവ് പറയുന്നു ആ പാപത്തിന് പരിഹാരം വരുത്തി. और उसके लिए एक प्रायश्चित का सॉल्यूशन देता है यीशु मसीह सूली पर. പാപത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങളെയും കാൽവറി ക്രൂശിൽ യേശു പരിഹരിച്ചു. सारे पापों का प्रश्न यीशु मसीह सूली पर उसका हल निकालता है. അതെ, പാപോं को हर लिया. ആ വാക്ക് കുറെ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ നന്നായിരിക്കും. പാപോं को हर लिया, പാപത്തെ പരിഹരിച്ചു. पापों को हर लिया यीशु मसीह ने. എന്നിട്ട് നമുക്ക് അർഹമല്ലാത്ത
നിത്യ ജീവൻ നൽകി. और हम जो जिसके हकदार कभी नहीं थे, वो अनंत जीवन हमें प्रदान किया. നമുക്ക് അർഹമായിരുന്ന ശിക്ഷ മുഴുവനും അവന്റെ മേലായി. हम जिसके हकदार थे, उसका दंड पूरा यीशु मसीह ने अपने ऊपर ले लिया. മനസ്സിലാവുന്നുണ്ടോ? क्या आप लोग समझ रहे हैं? ഇരുൾ അർത്ഥം പാപം. अंधकार का मतलब है पाप. യേശു ലോകത്തിന്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ പാപ വിമോചകൻ. और यीशु मसीह जगत की ज्योति है कहा जाए तो पाप से मुक्ति दिलाने वाला. എങ്ങനെ? किस प्रकार से? നമ്മുടെ പാപം തന്റെ ശരീരത്തിന്മേൽ വഹിച്ചുകൊണ്ട് वो अपने पापों को अपने ऊपर ढो देता है. ആ പാപങ്ങളെ വഹിച്ച് ക്രൂശിൽ മേൽ കയറിക്കൊണ്ട് अपने पापों हमारे पापों को यीशु मसीह ढो करके वो सूली पर चढ़ जाता है. പാപത്തിന്റെ നമ്മുടെ മേൽ വരേണ്ട ശിക്ഷ മുഴുവനും അവന്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് हम जो दंड के हकदार थे उसको अपने ऊपर लेकर वो अपने आप दंडित होता है. പാപത്തിന്റെ ശിക്ഷയായ മരണം സ്വയം ഏറ്റെടുത്തുകൊണ്ട് और पाप का जो दंड। दंड जो है वो मृत्यु है. उस मृत्यु को यीशु मसीह खुद अपने ऊपर लेकर मृत्यु को स्वीकारता है. എന്നിട്ട് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി. और उसके द्वारा हमें पाप से मुक्ति दिलाता है. എത്ര നാളത്തേക്ക്? कब तक के लिए है ये? നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ, യേശുവിനെ അവതാരമെന്ന് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായ രക്ഷയുടെ 3 വിശേഷ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞത്. यीशु मसीह अवतार है ऐसा बताकर आप लोग गलत बात नहीं फैलाना. यीशु मसीह के उद्धार के द्वारा हमें 3 बातों को उपलब्ध कराता है. वो ഓർമ്മയുണ്ടോ? വൺസ് ആൻഡ് ഫോർ എവർ ആൻഡ് ഫോർ ഓൾ. ഓക്കെ, ഒരിക്കലായി എല്ലാവർക്കും വേണ്ടി എന്നേക്കുമുള്ള വീണ്ടെടുപ്പ്. एक बार यीशु मसीह हम सबों के लिए हर हमेशा के लिए पाप से छुटकारा दिलाते हैं. ആ 3 പദങ്ങളും മറക്കരുത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തും. ये 3 शब्द को आप जीवन में भूलना नहीं. आप लोग को बार बार मैं याद दिलाता रहूंगा. യേശു ക്രിസ്തു, എളുപ്പം ഒന്ന് വായിച്ചോ, ഹീബ്രൂസ് 9 11 and 12. इब्रानियों 9 10 11 और 12. अर्थात इस सृष्टि का नहीं, अपना ही लहू के द्वारा. कितने बार? एक ही बार. वंस, एक ही बार. हाँ, रिडम्शन फॉर एवर. अनंत छुटकारा उसने प्रदान किया हमारे लिए. 2 പദങ്ങൾ അവിടെ കണ്ടോ? वहां पर 2 शब्द एक साफ दिखाई पड़ता है. ഒന്ന്, യേശു ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു. उसने एक ही बार पवित्र स्थान में प्रवेश किया. എന്നിട്ട് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. और उसने अनंतता का छुटकारा हमें दिलाया. 25 verse 25. यह नहीं कि यीशु मसीह अपने आप को बार बार चढ़ाए, हाँ, അവിടെയെല്ലാം നാം കാണുന്നത് യേശു ഒരിക്കലായി മാത്രം ഭൂമിയിൽ മനുഷ്യനായി വന്നു, ഒരിക്കലായി മാത്രം പാപപരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു. वहां सब इन वचनों में हम देख पाते हैं कि यीशु मसीह एक बार ही दुनिया धरती पर आकर एक बार हमारे पापों को ढोकर वो मर जाता है. 10 verse 10, 10 इब्राय, हाँ, एक ही बार बलिदान चढ़ाए जाने के द्वारा, हाँ, 9-ാം അധ്യായത്തിൽ 11 ശേഷവും
10-ാം അധ്യായത്തിലുമായി പല പ്രാവശ്യം പറയുന്ന 2 പദങ്ങളാണ് ഒരിക്കലായി, എന്നേക്കുമുള്ള എന്ന്. ഒരിക്കലായി യേശു മരിച്ചു, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. इब्रानियों 9 का 11 में से 10 तक ये बार बार दोहरा गया है कि यीशु एक ही बार उसका लहू बहाया गया ताकि हमको अनंत काल का उद्धार हमको दे सके. Now 2 Corinthians 5:14 and 5:15. 2 കൊരിന്ത്യർ 5:14-15. जब एक कितनों के लिए? सबके लिए मरा. फॉर ऑल, सबके लिए मरा. अब 15वां पद, सबके लिए मरा. 14-15 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നു, സ്തോത്രം, യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചു. 14 और 15 वचन में लिखा है कि सभी लोगों के लिए मसीह एक बार मरा. ഈ 3 വാക്കുകൾ ഓർക്കുക. ये तीनों शब्द को याद रखिएगा. എന്തൊക്കെയാന്ന് പറയാമോ? क्या क्या शब्द हैं आप लोग बताइएगा. जीसस डाइड ओनली फॉर वंस. यीशु मसीह सिर्फ एक ही बार मरा. एंड ही डाइड फॉर ऑल. और वो सबके लिए मरा. And he earned a salvation or redemption forever. और हमको अनंत काल के लिए मुक्ति प्रदान की उसने. മനസ്സിലാവുന്നുണ്ടല്ലോ? ഒരിക്കലായി എല്ലാവർക്കും വേണ്ടി മരിച്ച യേശു ലോകത്തിന്റെ വെളിച്ചമായി നമുക്കായിട്ട് എന്നേക്കുമുള്ള വീണ്ടെടുപ്പിനെ സാധിപ്പിച്ചു. जगत का ज्योति बनकर यीशु मसीह एक बार हमारे लिए मरा और अनंत काल के लिए हमको पापों से मुक्ति दिलाया. ആരെല്ലാം ഈ യേശുവിനെ അനുഗമിച്ചാലും ഇനിയും പാപത്തിലും പാപത്തിന്റെ ശിക്ഷയിലും ഇരുളിൽ വസിക്കേണ്ടതില്ല. और जो कोई भी यीशु मसीह के इस ज्योति के पीछे चलेगा वो कभी अंधकार रूपी पाप में नहीं फंसेगा और पाप के दंड से भी हमेशा बचा रहेगा. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് യേശു പറയുന്നത്, I am the light of the world. इसीलिए यीशु मसीह कहता है कि मैं जगत की ज्योति हूं. യേശുവിന്റെ പിന്നാലെ യാത്ര ചെയ്തും യേശുവിനെ വിശ്വസിച്ചും പാപത്തിൽ നിന്നും പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും വിമോചിതരാണോ നാം? हम विश्वास के साथ अगर यीशु के पीछे हो लेते हैं तो पाप से और पाप के दंड से आप मुक्ति पाते हैं. इस बात का विश्वास है क्या आप में? അങ്ങനെയെങ്കിൽ നമുക്ക് നിരന്തരം നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വകയുണ്ട്. और इसी के निमित्त हमेशा के लिए परमेश्वर की महिमा और स्तुति आराधना हम कर पाते हैं. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ആറാമത്തെ അർത്ഥം, उसका छठा मतलब, those who are in moral or spiritual darkness. അന്ധകാരത്തിൽ അല്ലെങ്കിൽ പാപത്തിൽ കഴിയുന്നവരെയും ഇരുട്ട് എന്നാണ് വിളിക്കുന്നത്. अनैतिक जीवन बिताने वाले व्यक्ति को भी इस प्रकार से कहते हैं कि वो अंधकार में है. അന്ധകാര है. അതുകൊണ്ടാണ് എഫേസ്യർ 5:8 പൗലോസ് പറഞ്ഞത്, നിങ്ങൾ മുമ്പേ ഇരുട്ടായിരുന്നു. इफिसियों 5:8 में पौलुस बताता है कि हम भी जो पहले अंधकार में थे, अंधकार थे. അതായത് പാപത്തിൽ വസിക്കുന്ന വ്യക്തികളും ഇരുളിലാണ്, ഇരുട്ടാണ്. അങ്ങനെ നാമും ഒരിക്കൽ ഇരുട്ടായിരുന്നു. और जो हम पाप में थे पहले, हम अंधकार में ही नहीं थे बल्कि हम अंधकार ही थे. ഇന്നും പാപത്തിൽ വസിക്കുന്നവർ ഇരുളിലുമാണ്, ഇരുട്ടുമാണ്. और आज के दिन में भी जो पाप में रहते हैं वो अंधकार में ही नहीं रहते, वो खुद भी अंधकार हैं. ആവർത്തിച്ചു പറയുന്നു, പാപത്തിൽ ജീവിക്കുന്നവർ ഇരുളിലാണ്, ഇരുട്ടാണ്, രണ്ടുമാണ്. और जो पाप में जीवन आज भी बिताते हैं वो अंधकार में रहते हैं. उतना ही नहीं, वो खुद भी अंधकार हैं. ഞാനും നിങ്ങളും ഒരിക്കൽ അങ്ങനെ ഇരുട്ടായിരുന്നു. हम और आप उस प्रकार एक बार अंधकार थे. എന്നാൽ വെളിച്ചമായ യേശുവിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ അവനിലെ വെളിച്ചം നമ്മിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങി. और ज्योति समान यीशु मसीह
के करीब आने पर हमारा जीवन अंधकार से उजाले में आ जाता है। അതുകൊണ്ട് ഇപ്പോൾ നാം ഇരുട്ടല്ല, നാം വെളിച്ചമാണ്. और अब हम यीशु मसीह के करीब हैं, हम अंधकार में नहीं बल्कि उजियाले में रहते हैं। അതുകൊണ്ടാണ് സ്തോത്രം ഗിരിപ്രഭാഷണത്തിൽ സെർമൺ ഓൺ ദ മൗണ്ടിൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. और पर्वत की शिक्षा में यीशु मसीह ने कहा, आप लोग भी दुनिया की ज्योति हो। എത്രാമത്തെ വാക്യമാ? कौन सा वचन कौन है सा वो? आयत है वो? रोहन रिवाइज नहीं करता है. देखो देखो देखो, हाँ बताओ. हाँ हाँ, देखो देखो, गिरी प्रभाषणम, sermon on the mount. कौन सा है sermon on the mount? Matthew 5, 5, 6, 7, 5 verse. पढ़ो. हाँ, तुम जगत की ज्योति हो. യേശു പറയുന്നു, യേശു ആദ്യം അവകാശപ്പെട്ടു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. यीशु पहले घोषणा करता है कि मैं जगत की ज्योति हूं कर ഇപ്പോൾ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ अब വെളിച്ചം. चेलों को देखकर इस प्रकार से कहता है कि तुम जगत की ज्योति हो. ഇപ്പോൾ നാം ലോകത്തിന്റെ വെളിച്ചമാണെങ്കിൽ പണ്ട് നാം ഇരുട്ടായിരുന്നെന്ന് പൗലോസ് വിളിച്ചു പറഞ്ഞു. हम अगर आज ज्योति हैं दुनिया के लिए, तो पौलुस कहता है कि पहले आप अंधकार थे. പിന്നെ എപ്പോഴാ നമ്മൾ വെളിച്ചമായത്? फिर हमारे में अंधकार से उजियाला कब हो गया? ലോകത്തിന്റെ വെളിച്ചമായ യേശുവിനോട് അടുത്ത് വന്നപ്പോൾ, दुनिया की ज्योति यीशु मसीह के करीब आए तब, യേശുവിൽ വിശ്വസിച്ചപ്പോൾ, यीशु में विश्वास जब हमने किया, യേശുവിന്റെ വാക്കുകൾ അനുസരിച്ചപ്പോൾ, यीशु की आज्ञाओं का जब हमने पालन किया, ലോകത്തിന്റെ വെളിച്ചമായ യേശു ക്രിസ്തുവുമായി നാം ഒന്നായി തീർന്നപ്പോൾ, जगत की ज्योति यीशु मसीह के साथ जब हम एक हो गए तब, അപ്പോൾ ഇവിടെ എല്ലാം അർത്ഥമാക്കുന്നത് യേശുവിൽ വിശ്വസിക്കുക, पहली बात है कि यीशु में विश्वास कीजिएगा, യേശുവിനെ അനുസരിക്കുക, यीशु की आज्ञाओं का पालन कीजिएगा യേശുവിനെ അനുഗമിക്കുക, और यीशु के पीछे हो लीजिए, യേശുവുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുക. और यीशु के साथ में व्यक्तिगत संबंध को जोड़िए. This is the demand of this declaration. ഈ ये- അവകാശവാദം നമ്മോട് ആവശ്യപ്പെടുന്നത് ഈ 4 കാര്യങ്ങളാണ്. ये घोषणा जो हम दुनिया के ज्योति हैं, ये हमको ये दिखाता है कि हम ये 4 बातों को हमारे जीवन में करें. മനസ്സിലായോ? യേശുവിന്റെ അവകാശവാദമാണ് ഞാൻ ലോകത്തിന്റെ വെളിച്ചം. यीशु की घोषणा थी कि मैं जगत की ज्योति हूं, എന്താണ് അതിന്റെ ഡിമാൻഡ്? मगर उसका आग्रह क्या है? वो हमसे क्या आग्रह रखता है? അതുകൊണ്ട് നാം യേശുവിൽ വിശ്വസിക്കുക. इसीलिए पहला है कि हम यीशु में विश्वास करें. 2, അവനെ അനുസരിക്കുക. दूसरी बात, उसकी आज्ञाओं का पालन करें. 3, അവനെ അനുഗമിക്കുക. तीसरी बात है यीशु के पीछे हो ले. 4, യേശുവുമായി നാം വ്യക്തിപരമായ ബന്ധത്തിൽ ഏർപ്പെടുക. व्यक्तिगत संबंध में उसके साथ जुड़ जाए. സ്തോത്രം. ഇങ്ങനെയായാൽ നാമും ഇരുട്ടായിരിക്കില്ല, ലോകത്തിന്റെ വെളിച്ചമായി മാറും. अगर इन बातों को हमारे जीवन में लागू करें तो हम अंधकार नहीं बल्कि दुनिया के लिए हम भी ज्योति बन जाएंगे. അപ്പോൾ ഇരുട്ടിന്റെ 6ാം അർത്ഥമാണ് നമ്മൾ നോക്കിയത്. പാപത്തിൽ വസിക്കുന്നവരെയും വ്യക്തികളെയും ഇരുട്ട് എന്ന് പറയുന്നു. जो अनैतिक जीवन बिताता है, पाप में रहता है, उनको भी अंधकार कहते हैं. ये छठा मतलब है. 7ാമത്തെ अर्थം, अब ये 7वां मतलब की ओर बढ़ते हैं. ഈവിൾ വർക്ക്സ്, जो कुकर्म करते हैं. റോമർ 13:12, रोमियो 13 का 12, എഫേസ്യർ 5:11. एफिसियों 5 का 11. ഇവിടെയെല്ലാം നാം കാണുന്നു ദുഷ്പ്രവർത്തികളെ ഇരുട്ട് എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നു. यहाँ सब बताया गया है कि कुकर्म को पाप के साथ संबंधित बताया है. അന്ധകാർ के साथ. ഇരുട്ട് എന്ന് പറഞ്ഞാൽ ദുഷ്പ്രവർത്തികൾ. अंधकार कहा जाए तो कुकर्म, മറ്റുള്ളവരോട് പറയാൻ ഒക്കാതെ മറച്ചു വെക്കേണ്ടി വരുന്ന സ്വഭാവങ്ങൾ. हमारा जो अंदर का स्वभाव है, जो दूसरों के सामने हम प्रकट करने से शर्माते हैं, वैसा कुकर्म जो हम में है.
മറ്റുള്ളവർ അറിഞ്ഞാൽ നമുക്ക് ലജ്ജിക്കേണ്ടി വരുന്ന കർമ്മങ്ങൾ. ऐसे काम जो दूसरों के सामने प्रस्तुत हो जाए तो हम शर्मिंदगी का महसूस करेंगे. വെളിച്ചത്തായാൽ ലജ്ജിക്കേണ്ടി വരുന്ന സ്വഭാവങ്ങൾ. हमारा वो स्वभाव जो प्रकाश में ले आए तो हम लज्जित हो जाते हैं. तब കർമ്മമായി പുറത്തു വരണമെന്നില്ല. वो कर्म के द्वारा दूसरों के सामने प्रकट होना ये जरूरी नहीं है. വാക്കുകളായി മറ്റുള്ളവർ ഇത് കേൾക്കണമെന്നില്ല. और हम शब्द रूपी बातों का कहने से दूसरों को सुनने लायक भी होना जरूरी नहीं है. ആഗ്രഹമായി അകത്ത് കിടക്കാം. हमारे कई इच्छाएं स्वार्थता हमारे अंदर ही शायद रहेंगे. അപ്പോൾ ദുരാഗ്രഹങ്ങൾ ഇരുട്ട് എന്നതുകൊണ്ട് അർത്ഥമാകുന്നു. और दुर इच्छाएं उसको भी अंधकार के रूप में देखा जा सकता है. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. അതുപോലെ അരുതാത്ത ചിന്തകൾ, और अनैतिक चिंताएं या सोच विचार, അവിശുദ്ധമായ അൺഹോളി ഇമോഷൻസ്, അവിശുദ്ധമായ വികാരങ്ങൾ. और ये अनैतिक भावनाएं जो हमारे अंदर है उसे भी अंधकार कहा सकता है. അപവിത്രമായ ഭാവനകൾ, ഇമാജിനേഷൻസ്, जो अपवित्र भावनाएं हमारे अंदर आते हैं हमारे मन के अंदर, उसे भी अंधकार के रूप में देखा जा सकता है. പുള്ളി ഇങ്ങനെ ദുഷ്പ്രവർത്തികളായി മാറണമെന്നില്ല. അവ വിചാരങ്ങളും വികാരങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയായി നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായി കിടന്നാലും അത് അന്ധകാരമാണ്, ഇരുളാണ്. ये कर्म के रूप में दूसरों के सामने प्रकट नहीं होगा तो भी हम भावना रूपक हमारे चिंताओं में, हमारे सोच विचार में भी जो कुकर्म करते हैं वो अंधकार है. അവയിൽ നിന്നും നമ്മുടെ യേശു നമ്മെ വിടുവിക്കുന്നവനാണ്. और उन बातों से भी यीशु मसीह हमें छुटकारा दिलाता है. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് മാത്രമല്ല, पाप के दंड से ही हमें छुटकारा नहीं दिलाता, പാപത്തിൽ നിന്ന് തന്നെ വിടുവിക്കുന്നവനാണ് യേശു. हमें पापों से भी यीशु मसीह बचाता है. മനസ്സിലാവുന്നുണ്ടോ? അതാണ് നമുക്ക് വളരെ ആവശ്യം. वो हमको बहुत जरूरी है. പാപക്ഷമയേക്കാൾ, पाप की क्षमा से ज्यादा, പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലിനേക്കാൾ, पाप के दंड से भी बढ़कर പാപത്തിൽ നിന്നാണ് നമുക്ക് മോചനം വേണ്ടത്. हमको पाप से ही मुक्ति चाहिए. കാരണം നമ്മുടെ തല മുതൽ പാദം വരെയുള്ള മുഴുവൻ അവയവങ്ങളിലും പാപം വസിക്കുന്നു. क्योंकि हमारे सर से लेकर पैर तक हमारे शरीर के अंदर पाप ही बसता है. ആ പാപം നമ്മെ പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നു. और हमारे अंदर बसने वाला पाप हमसे पाप के कामों को कराता है. That's why we have an inclination to sin. इसी- പാപം ചെയ്യാൻ വലിയൊരു ആഗ്രഹവും അതിലേക്കൊരു വലിവുമുള്ളത്. इसीलिए हमारे अंदर एक प्रवणता है कि हम पाप किसी भी प्रकार करें. എന്നാൽ അങ്ങനെയുള്ള പാപത്തിന്റെ ഇൻഫ്ലുവൻസസിൽ നിന്ന്, പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും വിടുവിക്കുന്നവനാണ് ലോകത്തിന്റെ വെളിച്ചമായ യേശു. मगर हम लोगों को पाप के अधीनता से, उसके कंट्रोल में से छुड़ाने वाला है दुनिया की ज्योति बनकर आया यीशु मसीह. ഹല്ലേലൂയ. ഇനിയും അതുകൊണ്ട് പാപത്തിന്റെ അടിമത്വത്തിൽ നമുക്ക് കഴിയേണ്ടതില്ല. और इसके वजह से हमें अभी पाप की गुलामी में नहीं रहना है. ഏതെങ്കിലും പാപത്തോട് നാം തോൽക്കുന്നെങ്കിൽ അടിമത്വമാണ്. अगर किसी भी पाप से निरंतर आप हारते हैं तो आप उस पाप के गुलाम हैं. ആവർത്തിക്കുന്നു, ഏതിനോട് നാം തോൽക്കുന്നുവോ നാം അതിന്റെ അടിമകളാണ്. जिस भी पाप के आप बार बार हार जाते हैं उसके सामने, तो आप समझ जाना आप उस पाप के गुलाम हैं. 2 Peter chapter 2 2 पत्रोस दूसरा अध्याय 19. उसका 19वां वाक्य. क्योंकि यदि कोई परमेश्वर का उच्चार करके अध्याय में दुख उठाता हुआ To second, हाँ हाँ, लोग हैं स्वतंत्रता का वादा करते हैं मगर वे ही सड़ाहट के दास है. आगे पढ़िए. हाँ, उधर ध्यान दीजिए.
गुलामी की परिभाषा है, जो व्यक्ति जिससे हार गया वो उसका दास बन जाता है. ഒരുവൻ ഏതിനോട് തോൽക്കുന്നുവോ അവൻ അതിന്റെ ദാസനാണ്. जो व्यक्ति जिससे हारता है उसका वो दास बन जाता है. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തോക്കുന്ന പലതും ഇല്ലേ? हमारे जीवन में देखें तो हम कई बातों से हम हार जाते हैं. ഉടന്ന് പറയണേ, അങ്ങനെ ഇല്ലേ? നമ്മൾ തോക്കുന്ന പലതും ഇല്ലേ ഇന്ന്? कई कई पाप हैं जिसके साथ हम हार जाते हैं, ऐसा है ना? ഏതിനോട് നമ്മൾ തോൽക്കുന്നുവോ, ഏത് നമ്മെ ജയിക്കുന്നുവോ, നാം അതിന്റെ അടിമയാണ്. जिससे हम बार बार हारते हैं और जिससे बार बार वो जीत जाता है, उसके हम गुलाम हो जाते हैं. അങ്ങനെ പലതിനും ഇന്നും നാം അടിമകളല്ലേ? वैसे कई पापों के हम आज भी गुलाम हैं. എങ്കിൽ യേശു ലോകത്തിന്റെ വെളിച്ചമെന്ന ക്രിസ്തുവിന്റെ അവകാശവാദം നമുക്കും വളരെയധികം ആപേക്ഷികമാണ്. अगर वैसा हारते हो तो यीशु मसीह जो घोषणा किया, मैं जगत की ज्योति हूं, उसकी आवश्यकता हमको सख्त है. സ്തോത്രം. അങ്ങനെയുള്ള അടിമത്വത്തിൽ നിന്ന് വിടുവിപ്പാൻ ഇന്നും നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. उस प्रकार की गुलामी से छुड़ाने के लिए आज भी यीशु तत्पर होकर हमारे साथ और हमारे बीच में है. ഏതിന്റെ അടിമത്വത്തിലാണോ നാം കഴിയുന്നത്, ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ കർത്താവിനോട് പറ, നാഥ എനിക്കിതിന്റെ അടിമത്വത്തിൽ നിന്നൊരു വിമോചനം വേണം. किन किन बातों की गुलामी में है आज परमेश्वर को पुकार कर बताइए, इन किन बातों के सामने मैं गुलाम हूं, परमेश्वर से मुक्ति दे पाइए. ലോകത്തിന്റെ വെളിച്ചമായ യേശുവേ, എനിക്ക് ഇന്ന ഇന്ന വിഷയങ്ങളിൽ വിമോചനം നൽകണമേ, സ്വാതന്ത്ര്യം നൽകണമേ. दुनिया की ज्योति कहने लायक बना परमेश्वर, मैं आपसे चाहता हूं कि इन किन बातों के गुलामी में हूं, इन बातों से मुझे छुटकारा दिलाइए. ഇന്ന് രാവിലെ ഈ നിമിഷം വരെ പരാജയപ്പെട്ടതിന്മേൽ അടുത്ത നിമിഷം മുതൽ നാം വിജയിക്കുവാൻ പോവുകയാണ്. अब तक वो पाप के संबंध में मैं हारता हुआ जीवन बिता रहा था, आज से लेकर मुझे जयवंत बनाइए परमेश्वर. ഹല്ലേലൂയ. കാരണം യേശു ക്രിസ്തു മുഖാന്തരം we are more than conquerors. ക്രിസ്തു മുഖാന്തരം നാം പൂർണ്ണ ജയം പ്രാപിക്കുന്നെന്നാണ് റോമർ 8 അവസാന വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത്. रोमियो 8 का आखिरी भाग में लिखा है कि मसीह के द्वारा मैं किसी पर भी जीत पा सकता हूं. ഹല്ലേലൂയ. സ്തോത്രം. ദുഷ്പ്രവർത്തികളിൽ ദുസ്വഭാവങ്ങളിൽ മേൽ ഉള്ള വിജയമാണ് ലോകത്തിന്റെ വെളിച്ചമായ യേശുവിലൂടെ കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്യും. और अपवित्र चिंताएं, अपवित्र कार्यों से उसको अंधकार है, उस अंधकार से हमें छुटकारा पाना है. എട്ടാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. मैं 8वां भाग बताकर मैं आप लोगों को आपके सामने बैठ जाऊंगा. ഇരുട്ടിന്റെ എട്ടാമത്തെ അർത്ഥമാണ് സൈറ്റനിക് പവേഴ്സ് ഡോമിനേറ്റ് ഓർ ഡോമിനന്റ് ഇൻ ദ വേൾഡ്. वैशाजिक सामर्थ्य को भी अंधकार से तुलना किया गया है. ഈ ലോകത്തെ തൻ്റെ കൈപ്പിടിയിൽ കാൽക്കീഴിൽ ഒതുക്കി വെക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ അഥവാ സാത്താന്യ ശക്തികളെ അന്ധകാരം എന്ന് വിളിക്കുന്നു. शैतान की सामर्थ्य जो दुनिया को अपने वश में कर रखा है, अपने पैरों तले कुचलता है, उसको भी अंधकार कर बताया गया है. കഴിഞ്ഞ ആഴ്ച ചില കാര്യങ്ങൾ ഞാൻ ആ വിഷയത്തിൽ പറയുകയുണ്ടായി. मैं कुछ बातों को पिछले हफ्ते आप लोगों के सामने रखा था. എഫേസ്യർ 2:2, इफिसियों 2:2, ലൂക്കോസ് 22:53, ലൂക്ക് 22:53. അതുപോലെ നമുക്ക് വളരെ പരിചയമുള്ള, ഞാൻ ഇവിടെ എഴുതിയിട്ടില്ലാത്തൊരു വാക്യമാണ് എഫേസ്യർ 6-ാം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. क्योंकि हमारा मल्ल युद्ध लहू और मांस से नहीं है. പിന്നെന്തിനോടാ? फिर किससे है? ആ കൂട്ടത്തിൽ പറയുന്നുണ്ട് ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോട്. उसमें इस प्रकार भी लिखा गया, इस संसार के अधिकारी के शासकों से. ഈ ലോകത്തിന് അന്ധകാരത്തിന്റെ संसार के अंधकार के शासकों से. അപ്പോൾ സാത്താന്യമായ ശക്തികളെയും സ്വാധീനങ്ങളെയും ഇരുൾ എന്നതുകൊണ്ട് അർത്ഥമാക്കും. इस प्रकार से शैतान के सामर्थ्य और उसके कामों से उसको भी अंधकार से तुलना किया गया है. യേശു പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം. यीशु कहता है कि मैं जगत की ज्योति हूं. അങ്ങനെയാണെങ്കിൽ ഈ എട്ടാമത്തെ അർത്ഥം എന്തുവാ? उसका मतलब 8वां मतलब क्या निकल कर आता है?
जोर से बोलो ना. ഇരുട്ടിന്റെ അഥവാ സാത്താന്യമായ സകല ശക്തികളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുന്നവനാണ് യേശു. मतलब ये निकलता है कि शैतान के सारे अधिकारों और सामर्थ्य से हमें छुटकारा दिलाता है यीशु मसीह. യേശു എന്തിനാ ലോകത്തിൽ വന്നത്? यीशु मसीह धरती पर किस लिए आए? 1 യോഹന്നാൻ 3:8. पहला यूहन्ना 3:8. हाँ हाँ, परमेश्वर का पुत्र इसीलिए प्रकट हुआ शैतान के कामों का नाश करें. ദൈവപുത്രൻ യേശു ക്രിസ്തു പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാനാണ് വന്നത്. परमेश्वर का पुत्र इसलिए प्रकट हुआ कि शैतान के कामों का नाश करे. സാത്താനോ ദുരാത്മാക്കളോ ദുഷ്ടമായ വേറെ ഏതൊരു പ്രവൃത്തിയുമാകട്ടെ, അവയെ മുഴുവനും അഴിച്ച് അതിൻ്റെ അടിമത്വത്തിൽ നിന്ന് മനുഷ്യരെ വിടുവിക്കുവാൻ ഒരുത്തൻ മാത്രമേയുള്ളൂ. ലോകത്തിന്റെ വെളിച്ചമായി ഭൂമിയിൽ വന്നവൻ യേശു ക്രിസ്തു മാത്രം. शैतान का अधिकार हो या शैतान के कोई भी काम हो, उस कामों से आपको छुटकारा दिलाने के लिए यीशु मसीह जगत के रूप में, जगत की ज्योति के रूप में इस धरती पर प्रकट हुआ. ഹല്ലേലൂയ, സ്തോത്രം. നാമുമൊക്കെ പിശാചിന്റെ അധികാരത്തിന് കീഴിലായിരുന്നു. हम भी शैतान के अधिकार या वंश में थे. കൊലോസ്യർ 1:12, കൊലോഷ്യൻസ് 1:12. कुलुसियों 1:12. और पिता का धन्यवाद करते रहो हाँ, जिसने हमें इस योग्य जिसने हाँ की ज्योति में व्यक्तियों के साथ विराट में सहभागी हुए. പിതാവായ ദൈവത്തിന് സന്തോഷത്തോടെ നാം സ്തോത്രം ചെയ്യണം. पिता परमेश्वर को हम धन्यवाद के, खुशी के साथ आनंद धन्यवाद देना चाहिए. हिंदी में आनंद के साथ नहीं लिखा है धन्यवाद करना, मलयालम में लिखा है आनंद के साथ धन्यवाद करना है. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. എന്തിനു വേണ്ടിയാ? पिता को हम आनंद के साथ किस लिए हम धन्यवाद देना चाहिए? ഒന്ന്, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കി. क्योंकि परमेश्वर ने हमें ज्योति के पवित्र लोगों के साथ विरासत में सहभागी ठहराया है उसने. രണ്ട്, दूसरी बात है, पढ़ो ना, 13वां अध्याय 13वां वचन. इसलिए हमें अंधकार के वश से छुड़ाकर അന്ധകാർ की वश से छुड़ाया, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും നമ്മെ വിടുവിച്ചു. उसने हमें अंधकार के वश में से छुड़ाया है. മൂന്ന്, अपने अनप्रिय पुत्र के राज्य में प्रवेश कराया. സ്തോത്രം, തന്റെ സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. और उसने अपने प्रिय पुत्र के राज्य में हमें प्रवेश कराया है. കണ്ടോ, യേശു ലോകത്തിന്റെ വെളിച്ചം എന്ന നിലയിൽ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. यीशु जगत की ज्योति है, इसीलिए हमें दुनिया के अंधकार से उसने बचाया. നമുക്ക് വെളിച്ചത്തിൽ ഒരു അവകാശം വിശുദ്ധന്മാരോടുകൂടെ തന്നു. और ज्योति में पवित्र लोगों के साथ विरासत का सहभागी बनाया. ഒരു വാക്യവും കൂടെ, एक और शब्द वचन करता हूं. Acts 26:18. Acts 26:18, अपोस्तल प्रवर्तिകൾ, प्रेरितों के काम 26:18. हाँ, अंधकार से ज्योति की ओर, देखा, शैतान की अधिकार से परमेश्वर की ओर फिरे. രണ്ട് കാര്യങ്ങൾ, ഇരുട്ടിന്റെ അധികാരത്തിൽ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് തിരിയുക, സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയുക. क्योंकि वो अंधकार से हमें ज्योति की ओर ले आता है और शैतान के अंधकार से परमेश्वर की ओर ले आता है. യേശു ലോകത്തിന്റെ വെളിച്ചം, यीशु जगत की ज्योति. ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ ചിന്തിച്ചത് യേശു ഇരുളിൽ നിന്ന്
എന്ന് പറഞ്ഞാൽ സാത്താന്യ അധികാരങ്ങളിൽ നിന്ന് വിടുവിക്കുന്നു. आखिर में हमने देखा कि शैतान के अधिकार या वश से हमें छुड़ाने वाला है. ഇങ്ങനെ ഈ 8 വിധവുമായ ആദ്യത്തെ 3 ഞാൻ പറയാതെ അങ്ങ് വിട്ടു. ഇങ്ങനെ ഓരോന്നിനെയും ഇതിൽ ഓരോന്നിനോടും യേശു ലോകത്തിന്റെ വെളിച്ചമെന്നുള്ളതിനെ ഒന്ന് താരതമ്യം ചെയ്ത് കർത്താവ് നമുക്ക് നൽകിയ വിടുതലിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. यीशु जगत की ज्योति है. उसने किन किन बातों से, किन किन अंधकार से हमें छुड़ाया है, ये 8 बातों के बारे में स्मरण करते हुए हम परमेश्वर को धन्यवाद देने चाहिए. ഇങ്ങനെ നമ്മെ വിടുവിച്ച് സ്തോത്രം തന്നോടൊപ്പം ഇരുത്തി നമ്മെ ഇന്ന് വെളിച്ചത്തിന്റെ മക്കളാക്കി മാറ്റി. ये अंधकार से हमें छुटकारा दिलाकर वो अपने करीब लाया ताकि हम उसके साथ हम बच सके, और परमेश्वर को हम धन्यवाद देना चाहिए. We are no more in darkness. ഇനിയും നാം ഇരുട്ടിലല്ല, अब हम अंधकार में नहीं हैं, നാം വെളിച്ചത്തിലാണ്. क्योंकि हम प्रकाश में हैं. We are no more darkness, but we are light. हम अंधकार नहीं हैं, बल्कि हम भी जगत के लिए एक ज्योति बन गए हैं. Hallelujah. Praise God. ഇരുളിന് നമ്മുടെ മേൽ ഒരു അധികാരവുമില്ല. अंधकार को अब हमारे ऊपर कोई अधिकार नहीं है. ഇരുട്ടിന്റെ അധികാരിയായ പിശാചിന് നമ്മുടെ മേൽ അവകാശവും അധികാരവുമില്ല. अंधकार का अधिकारी शैतान को भी हमारे ऊपर कोई अधिकार नहीं है. അതുകൊണ്ട് അവന്റെ എന്തെങ്കിലും സാധനം നമ്മുടെ കയ്യിൽ വെച്ച് അവന് കീഴ്പ്പെടാതെ വെളിച്ചത്തിന്റെ മക്കളായി സ്തോത്രം നമുക്ക് ജീവിപ്പാൻ ഈ വചനങ്ങൾ അനുഗ്രഹമാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. और शैतान का कोई भी सामग्री हमारे जीवन में है तो फिर उसके गुलामी में हो जाएंगे. उन सब बातों से मुक्ति पाकर परमेश्वर यीशु मसीह के साथ ज्योति में जीवन बिताने के लिए तैयार हो जाइए. God bless you. परमेश्वर आपको आशीष